ഇറങ്ങി ഞാൻ തക്കാൻ നോക്കി പനി ഇന്നിപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കുന്ന പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ പ്ലാൻ ചെയ്ത വ്ളോഗൊന്നും നടക്കൂല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് 3 ആൾക്കും പനി പിടിച്ചു. ഇക്കാക്കും മിക്കും യാമിക്കുട്ടിക്ക് ഇതുവരെ അങ്ങനെ പനിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾ ജനിച്ചിട്ട് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പനി, അതായത് ഓൾക്ക് വാക്സിൻ വെക്കുമ്പോൾ പനി ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ പനിയൊന്നും ഉണ്ടാവാറില്ല. ജനിച്ചപ്പോൾ കുട്ടികൾക്ക് മഞ്ഞ കളർ ഉണ്ടാവില്ല, അതുപോലെ ഓൾക്ക് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജലദോഷം ഉണ്ടായിട്ട് ഇങ്ങനെ ചുമ പോലെ വന്നു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ ഉണ്ടായിട്ടേ ഇല്ല. ഇന്നലെ രാവിലെ മുതൽ ഇക്കാക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് രാത്രി ആയപ്പോൾ യാമിക്കുട്ടിക്കും. വേഗം ഡോക്ടറൊക്കെ കാണിച്ചിട്ടോ, വൈറൽ ഫീവർ ആണെന്നാ പറഞ്ഞു. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം പ്ലാൻ ചെയ്ത് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ പട്ടാമ്പി വീട്ടിൽ കുഞ്ഞോളെ വിരുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, നബിലോട്ടിയുടെ നാത്തൂന്. അപ്പോൾ ഞങ്ങൾ 5 ആളും 5 ടൈപ്പ് ഫുഡൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ. അപ്പോൾ അതിനുള്ള ഫുഡ് ഞാൻ എൻ്റെ ഫുഡ് ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട്, അപ്പോൾ അതൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കട്ടെ, ഇൻസ്റ്റൻറ്റ് ചുക്ക് കാപ്പി. ഞാൻ നല്ല പയറുപോലെ ഓടി നടക്കുകയായിരുന്നു. ആ സമയത്ത് ഈവനിങ്ങിന് ഞാൻ മക്കാന ഉണ്ടാവുമല്ലോ, മക്കാന വറുത്ത് കഴിച്ചു കേട്ടോ. മക്കാന എന്താണെന്ന് അറിയില്ല, മക്കാന എല്ലാവർക്കും ഇപ്പോൾ ഒരുവിധം അറിയായിരിക്കും. പണ്ടൊന്നും അധികം ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതാ മക്കാന കേട്ടോ. ഞാൻ സൽഹയുടെ വീഡിയോയിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നെയ്യും ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടോ. അപ്പോൾ എനിക്ക് ആ ബേക്കറിക്ക് പകരം ഇത് മതിയല്ലോ, ഹെൽത്തി സ്നാക്കായല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ കഴിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര വയറുവേദന തുടങ്ങി രാത്രി. പിന്നെ അത് മാറിയപ്പോൾ പനിയായതാ. അപ്പോൾ ചിലപ്പോൾ ഇക്കാടെ പനി പകർന്നതാവോ, അതുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ യാമിക്കുട്ടിക്കും പനി തുടങ്ങി. യാമിക്കുട്ടി അതവിടെ നല്ല ഉറക്കത്തിലാട്ടോ. പുലർച്ചെ നിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തു. മരുന്ന് കുടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്തെങ്കിലും വയ്യായിക ഉണ്ടെങ്കിലും ഞാൻ നല്ല കുളിച്ചിട്ടില്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കും കേട്ടോ. നമുക്കൊരു വയ്യായിക ഇല്ലാത്ത പോലെ. അതേപോലെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലും മുടക്കം വരുത്താറില്ല. അപ്പോൾ ഞാൻ തേച്ചത് ഇതാ ഹിമാലയൻ്റെ ഫേസ് സിറാണ് കേട്ടോ, ഹിമാലയ വിറ്റാമിൻ സി സിറം. ഇതിപ്പോൾ ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സിറാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ കാണിക്കാറുണ്ടല്ലോ. ഇതൊന്ന് തീരുമ്പോഴത്തേനും ഞാൻ അപ്പോൾ അടുത്ത് സ്റ്റോക്ക് ചെയ്യും. ഹിമാലയയുടെ ഒരു ഫേസ് സിറം നല്ല വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിലുണ്ടല്ലോ വിറ്റാമിൻ സിയും നിയാസിനാമൈഡും പിന്നെ നാച്ചുറലി ഡിവൈഡ് ഹൈലോറോണിക് ആസിഡും ഉണ്ട്. ഇത് ഉപയോഗിച്ച് 3ാമത്തെ ദിവസം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ബ്രൈറ്റ്നസ് ഇത് അൺലോക്ക് ചെയ്യും. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർവ് ആവും, ഒട്ടും സ്റ്റിക്കി അല്ല. ഇത് ഡെയിലി എൻ്റെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിമാലയൻ്റെ ഒരു ഫേസ് സിറം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും, അതുപോലെ ക്വിക്ക് കോമേഴ്സ് ആപ്പിലും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഇൻസ്റ്റൻറ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കട്ടെ, ഉപ്പേരി കഞ്ഞി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ കുറച്ച് കോവക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോവക്കുപ്പേരി ഇതൊക്കെ യാമിക്കുട്ടി നീക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. യാമിക്കുട്ടി ഇല്ല 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 എന്ത് സങ്കടം, എന്തോ ചൂണ്ടിക്കാണിക്ക, ഉറക്കത്തിൽ എന്തോ കണ്ടു തോന്നുന്നു. ഇല്ല ഇല്ല പൂസേ, ഇല്ല, ഇവിടെ ഒന്നുമില്ല. മമ്മ ഉണ്ടല്ലോ ഇവിടെ, മമ്മ ഉണ്ടല്ലോ, നോക്ക്, മമ്മനെ നോക്ക്. ഇവിടെ ഒന്നുമില്ലല്ലോ, കണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെന്താ, യാമിക്കുട്ടിക്ക് പനിയായിട്ട് ആകെ സങ്കടം വന്നിക്കണ്. സങ്കടപ്പെടണ്ട കേട്ടോ മമ്മ, അപ്പൊക്കെ തരട്ടോ. എന്തേ വേണ്ട, എല്ലാവരോടും ഹായ് പറഞ്ഞു. യാമിക്കുട്ടിക്ക് പനിയാണ് പറ. ഇവിടെ പനി. പഴം വാട്ടിയത് പിന്നെ എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, അതും അടുത്തിട്ടില്ല. എന്തിനാ തെറ്റി? അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ മമ്മിക്കുട്ടിനെ. ഓറഞ്ച് ഇതാ. യാമിക്കുട്ടി TV കാണുന്ന തിരക്കില്ല.
നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചിട്ട് അപ്പൊ മരുന്ന് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണിക്കാം. ഞങ്ങൾ വേഗം ഹോമിയോ ഡോക്ടറെ കൊണ്ടുപോകാൻ പോവാണ്. ഹോമിയോ ഡോക്ടറൊക്കെ പോയിട്ട് മിഠായി പോലത്തെ മരുന്ന് കൊണ്ടു കൊടുക്കട്ടെ. ഇപ്പൊ പോയാണ് കുട്ടി മധുരല്ല ഗുളികകൾ ഇങ്ങനെ കൊടുത്താലേ ചിലപ്പോ അങ്ങനെ നടക്ക് പോവാ. കുട്ടിക്ക് മധുരമുള്ള മരുന്നൊക്കെ വാങ്ങിക്കാൻ അതെ ക്ഷീണിതനാണ് യാമി. എന്നാ ആള് ഉഷാറാണേനു. കാരണം ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയിപ്പിക്കൂല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. വെറുതെ ചിരിക്കൊക്കെ ചെയ്യാം. വെറുതെ ചിരി അഭിനയിക്കും. ഞാനൊരു രോഗിയാണ് എന്ന് ആരും അറിയരുത് എന്നുള്ള അഭിനയാണ്. ഇവിടെ റോഡ് ഇവിടെ നടക്കട്ടതുകൊണ്ട് അതാ കണ്ടാണ് ഹോമിയോ ക്ലിനിക്. നല്ല രസമുണ്ടല്ലേ കാണാന്. ഞാമി നമ്മളെങ്ങോട്ടാ പോണ്? ഉണ്ണിയർപ്പിച്ചല്ല നമ്മള് ഡോട്ടത്തേക്ക് പോണ്. നല്ല പാടൊക്കെ ആയിട്ട് പച്ചപ്പൊക്കെ ആയിട്ട് ചോക്ലേറ്റ് യാമി പശുവിനെ കാണാൻ പോവാ യാമി. കുറച്ച് ഏരിയത്ത് പോയേക്കാ. അല്ല അമ്മ പ്രസവിച്ചു. ഇതാണിപ്പോ ഓളെ മെയിൻ ഭക്ഷണം അല്ലേ. ചെല്ലേ തൊട്ടാക്കാ യാമി കുട്ടി തൊട്ടാക്കാ. ഓൾക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടുത്തേക്ക് എത്തുമ്പോ പേടിയാ. കുഞ്ഞുലക്ഷ്മി കാർത്തുകുട്ടി. ഇതാണ് നമ്മളവിടെ ഹോമിയോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലാണ്. മരുന്ന് ചോദിച്ചു മേടിച്ച് പെറുക്കി തിന്നിട്ടുണ്ട് യാമിക്കുട്ടി. ഇപ്പൊ അത് എടുത്തേക്കാൻ പറ്റില്ലല്ലോ മരുന്ന്. ഇങ്ങനത്തെ ഗുളികകളാണ്. ഇങ്ങനത്തെ മൂന്ന് ടൈപ്പാണ് കേട്ടോ. 3 ടൈപ്പില് 3 ഗുളിക വീതം 1 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇങ്ങനത്തെ കുട്ടികളൊക്കെ മരുന്ന് കുടിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ നല്ല ഹോമിയോക്കാണ് കൊണ്ടുപോയാൽ മതി. ഗുളിക ചോദിച്ചു മേടിക്കുക. ഫിനിഷ്. ഇപ്പൊ ഗുളിക കൂടി നിർത്താൻ പറ്റൂല ഇനി. ഹോമിയോ ഗുളിക ഒക്കെ കുടിച്ചിട്ട് ജാമ്യക്കുട്ടി ഒരു മയക്കം മഞ്ഞതാ നീച്ചു. ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണക്ക് വന്നിട്ടുണ്ട്. എന്താ വെച്ചാല് അപ്പൊ നോക്കുമ്പോ ഷെഫ് കുട്ടിക്ക് പോവേണ്ട സമയത്ത് 2 ലക്ഷം രൂപ പെട്ടെന്ന് ആവശ്യം വന്ന്. അപ്പൊ 1 ലക്ഷം കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 1.5 ലക്ഷം തേക്കാൻ വേണ്ടി പെട്ടെന്ന് നിന്റെ മാല പണയം വെച്ച് കേട്ടോ. അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നതാ. പപ്പ വണ്ടിന്ന് ഇറങ്ങിയ തക്ക നോക്കി പനിക്കാരത്തി വണ്ടി കയറി വണ്ടി ഓടിക്കുക. ജാമ്യക്കുട്ടിക്ക് പനിയല്ലേ? അപ്പൊ ഇന്നെ എടുത്തിട്ടില്ലെങ്കിൽ നാളെയാണ് 1 മാസം തികയണേ. 1 മാസം കഴിഞ്ഞ പിന്നെ അതിന്റെ ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അപ്പൊ ഇന്നെ ഇനിയിപ്പോ പനിയൊന്നും നോക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു പൈസന്റെ ആവശ്യം വന്നപ്പോ പണയം വെക്കാന്നുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ ഇക്ക് എന്തോ ഒരു മടി പോലെ ബാങ്കിൽ വന്ന് പണയം വെക്കാനൊക്കെ. അപ്പൊ ഷെഫ് കുട്ടൻ പറഞ്ഞു അതിനെന്താ അമ്മ നമ്മളായിരുന്നു കടം മേടിക്കുന്നല്ലോ, നമ്മളെ സ്വർണം പണയം വെക്കല്ലേ, സ്വർണം നമ്മളടുത്ത് ഉണ്ടായതുകൊണ്ടാണല്ലോ പണയം വെക്കണത്, അതിനിപ്പോ എന്തിനാ മടിക്കണേ. അപ്പൊ ഞാൻ ശരിയാണല്ലോ, നമ്മളടുത്ത് സ്വർണ്ണം ഉള്ളതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പണയം വെക്കാൻ ആൾക്കാർക്ക് പണയം വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബാങ്കിൽ ഇങ്ങനത്തെ സംവിധാനം ഉള്ളത്. പിന്നെ നമ്മൾ ഗോൾഡ് മേടിക്കുന്നത് നമ്മളെ ആവശ്യങ്ങൾക്ക് വിൽക്കാനും പണയം വെക്കാനും ഒക്കെയാണല്ലോ. അപ്പൊ ഇതിന്റെ വിലക്ക് മടി ഞാൻ ആലോചിച്ചു. അങ്ങനെ എന്തായാലും പണയം വെച്ചു. ഇന്നത് എടുക്കാനും പറ്റി അൽഹംദുലില്ലാ. ഞാൻ കുട്ടിക്ക് അടുത്ത ഗുളിക കൊടുക്കേണ്ട നേരായി. ഞാനങ്ങനെ ആലോചിച്ചു എങ്ങനെ ഇപ്പൊ ഈ 3 കുപ്പി മരുന്ന് ഈ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് അറിയില്ലല്ലോ. യാമിക്കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ അങ്ങനെ ഇല്ലാത്ത കാരണം ഡോക്ടർമാർ ഇതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയണില്ല. അപ്പൊ നല്ല സുഖമായിട്ട് പെറുക്കി തിന്ന. ഓർക്കും ഒരു രസമായി. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ സൂപ്പർ. ആ
ഗുഡാണ് ഗുഡാ. യാമിക്കുട്ടിയൊക്കെ ഇതില് ഹായ് പറഞ്ഞ. എന്താ പേര്? മാമിന്റെ വീട് എവിടെ? പല കളികള് വന്നവൾക്ക് അത്ര പറ്റിയിട്ടില്ല. കളി മുറുകി വരുന്ന ഓളെ കളിപ്പിക്കാൻ പാടില്ലേ. കളിപ്പിച്ചാല് ശരീരം കൊള്ളേ. ശരീരം കഴുകിയത് അപ്പുറത്തേക്ക് പോയി. ചേട്ടന്റെ മാല തിരിച്ചു കിട്ടിട്ടോ. ചേട്ടന്റെ മാല അത് മഹറൊന്നല്ല കേട്ടോ. മഹർ പോലെ പിന്നെ മേടിച്ച മാലയാണിത്. ഇങ്ങനത്തെ മാല കണ്ട എല്ലാരും മഹറാണ് ചോദിക്കും. ആ കൊടുത്തു. ഗുളിക കൊടുക്കാൻ പാടില്ല. കുടുക്കല് നിർത്താൻ പറ്റണില്ല. പിന്നെയും വേണം പറയണേ. ഇപ്പൊ വായിലിട്ട് ഇങ്ങനെ കടിച്ചിങ്ങനെ ആക്ക. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് കണ്ടത്. പുതിയ കണ്ടുപിടുത്തങ്ങളാ. ക്ഷീണിതനാണ്, എല്ലാരും ക്ഷീണിതനാണ്. ഞാനൊക്കെ പറ്റ അങ്ങോട്ട് പോയിക്കണു, കയ്യിന്ന് പോയിക്കണു ഞാനൊക്കെ. അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തി. ഡോക്ടർ പറഞ്ഞോളെ യാമിക്കുട്ടിനെ നല്ല നനച്ച് തുടച്ച് കുപ്പായൊക്കെ മാറ്റി. കണ്ണ് മേപ്പെട്ട് നോക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TV ആണ് കേട്ടോ. യാമിന്റെ കൂട്ടുകാരാണ് അതൊക്കെ അല്ലേ യാമിയെ? നോക്കൂല. ഞങ്ങള് കഞ്ഞി കൊടുക്കട്ടെ. ഡോക്ടർ മുട്ടായിയാണ്. കിട്ടുവോ? ഓക്കേ, നമുക്ക് ഉറങ്ങട്ടോ. ഉറങ്ങി നീച്ചിട്ടിട്ടോ. അഞ്ഞി എല്ലാ സമയം 9:30 മണിയായിട്ടു. ഞങ്ങൾ ഉച്ചക്ക് 3 ആളും പനിയുടെ ക്ഷീണത്തിലാണ് ഉറങ്ങിപ്പോയി. എനിക്ക് പനി ഉണ്ടെങ്കിൽ തലവേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ യാമിക്കുട്ടിക്ക് വയ്യാതായപ്പോൾ നമ്മളതൊന്നും ഒന്നുമല്ലാത്ത പോലെ. അപ്പോൾ അവൾക്ക് ഭയങ്കര ക്ഷീണങ്ങളൊന്നും കഴിക്കണില്ലേ. കുട്ടികൾ കഴിക്കൂലല്ലോ, ഒന്നും കഴിക്കണില്ല. പലതും കൊടുത്തു നോക്കുന്നുണ്ട് കുറേശ്ശെ ആയിട്ട്. പിന്നെ ഹോമിയോ മരുന്നും മടുത്തു കൊടുക്ക്. എങ്ങനെയൊക്കെ കുത്തിത്തിരി കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ ഇടവിട്ട് കൊടുക്കും വേണം. അപ്പോൾ ഒന്നും കഴിക്കാത്തപ്പോൾ എന്നാൽ ഗ്ലൂക്കോസ് കയറ്റാൻ കൊണ്ടുപോവാ. ഇനിയിപ്പോൾ ഇംഗ്ലീഷിക്ക് മാറാൻ പറ്റുമോ ഒന്നും അറിയണില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗ്ലൂക്കോസ് കയറ്റാൻ അത്ര നന്നല്ല, പരമാവധി ഗ്ലൂക്കോസ് കയറ്റണ്ടാന്ന്. അമ്മിഞ്ഞ കുടിക്കണ്ടല്ലോ. അപ്പം അമ്മിഞ്ഞ കുടിക്കണ്ട. അമ്മച്ചി പറഞ്ഞു ഈ അമ്മിഞ്ഞപ്പാൽ ഉണ്ടാവാനുള്ളതൊക്കെ ഒന്ന് കുടിച്ചോളൂ, വെള്ളവും നീരൊക്കെ. അമ്മക്കുട്ടിക്ക് വാവോ. പക്ഷെ കരച്ചിലും പീച്ചലും ഒന്നുമില്ല കേട്ടോ. അവൾക്കിങ്ങനെ വയ്യാതെ ഇങ്ങനെ ഇരിക്കുക, TV കാണുക, കളിക്കാൻ ബോള് കളിക്കാൻ വിളിക്കുക, അങ്ങനെയൊക്കെയാണ്. നമ്മളെ ഇടങ്ങാറാക്കൊന്നുമില്ല. കുറച്ചൊരു ജീവൻ കിട്ടിയാല് ബോൾ എടുത്തിറങ്ങും യാമിക്കുട്ടി. കൈ എവിടെ? കൈ കാണാനല്ലോ മാമിക്കുട്ടിന്റെ. ഓക്കേ. അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി. ഒന്നും കുടിക്കണമില്ല, ഇതാക്കണമില്ല. അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റുന്ന അത്ര നല്ലതല്ലാന്ന് സൂര്യമൊക്കെ പറഞ്ഞപ്പോൾ കൊണ്ടുപോയിട്ടോ. പിന്നെ അതിന് ശേഷം അവൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ആ ക്ഷീണം മാറി. പിന്നെ മുത്തച്ഛനോട് എല്ലാവരോടും ചോദിക്കുന്നതായിരുന്നു എന്തൊക്കെയാണ്. ആകെ ഒരു ബേജാറ്. ഭംഗിയുള്ള പാത്രത്തിലൊക്കെ കൊടുത്താൽ കുട്ടികൾ കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കഞ്ഞിവെള്ളം കൊടുത്തിട്ട് കുറച്ച് കുടിച്ചിട്ടോ. അപ്പോൾ സമാധാനം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റാൻ പോയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുക, ഇപ്പോഴും വന്നിട്ടും ഉണ്ടാവില്ല, പോവാനേ നന്നായി. എല്ലാവർക്കും ഹായ് കൊടുത്താൽ. എല്ലാരും പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് മാവ് വേഗം മാറാൻ പ്രാർത്ഥിക്കണം പറഞ്ഞു. കുറച്ചൊക്കെ കഞ്ഞിവെള്ളം കുടിച്ചു. 1 മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഗുളിക കൊടുക്കാൻ കേട്ടോ. ഇപ്പൊ ഉറങ്ങാനായി. ഇനിയിപ്പോ രാത്രി ഇടക്ക് നീച്ചിട്ട് കൊടുക്കണം ഗുളിക, അല്ലെങ്കിൽ അടുത്ത പനി വരും ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ചാണ് പഠിച്ചുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ ഒരാളെ മാറിയിട്ട് ഒരാൾക്ക്, ഒരാൾ മാറിയിട്ട് ഒരാൾക്ക് അങ്ങനെയല്ലേ ആവുക. പക്ഷെ നാളെ പട്ടാമ്പി വീട്ടിൽ വിരുന്നാണ്, അതിന് പോകാൻ പറ്റില്ല. സങ്കടമായി. കുഞ്ഞുമോളുടെ ഒരു പരിപാടിക്കും എനിക്ക് കൂടാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും കൂടാൻ പറ്റാഞ്ഞത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഉഷാറായിട്ട് വരാം. എല്ലാവർക്കും ഓണന്നെ വന്നു അതിന്റെ പെയ്യാം.